എല്ലാവർക്കും മാജിക് ആൻഡ് കിച്ചൺ ആൻഡ് ട്രാവലിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണിയൻ സ്പ്രിംഗ് കൊണ്ട് ഒരു റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോയിലോട്ട് പോകാം. ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് 2.5 കിലോ. അതുപോലെ 5 കട്ട് ഓണിയൻ ലീവ്സ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3.5 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കായിട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഓണിയൻ ലീവ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി കട്ട് ചെയ്ത് വെച്ച ഓണിയൻ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഓണിയൻ ലീവ്സ് മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരി ദമ്മിടാനുള്ള ആവശ്യമായ വെള്ളം ഒഴിച്ചെടുക്കാം. അരി എത്രയാണോ അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിച്ചെടുക്കാം. ചോറ് ദമ്മിടാനുള്ള വെള്ളം തളിച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കുങ്കുമം വെള്ളത്തിലിട്ട് വെച്ചാണ് ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് കളർ യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുങ്കുമം വീട്ടിലില്ല എന്നുള്ളവർക്ക് ഫുഡ് കളർ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തു. ശേഷം നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച അരി കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ റൈസ് ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് ചെറിയ തീയിൽ ദമ്മിട്ട് വെക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വെള്ളമെല്ലാം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ചിക്കൻ റൈസിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഓണിയൻ ലീവ്സ് കൊണ്ടുള്ള റൈസും അതിൻ്റെ കൂടെ ചിക്കൻ ഓവനിൽ വെച്ചെടുക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.